ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 22 അധ്യായമാണ്, എക്സോഡസ് ചാപ്റ്റർ 22. അവിടെ ദൈവം പിന്നെയും കുറേ റൂൾസ് ഇസ്രായേൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവം അവിടെ കൽപ്പന കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പകരം ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ആ കാര്യങ്ങൾക്ക് പകരം കൊടുക്കണം എന്നുള്ളൊരു കാര്യം അവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും എടുത്തു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 2 കാളയെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ 4 കാളയെ തിരിച്ചു കൊടുക്കണം. അങ്ങനെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതുപോലെ കള്ളത്തരം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി തിരിച്ച് മറ്റേ ആൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം അവിടെ ദൈവം പറയുകയാണ്. അങ്ങനെ ദൈവം അത് വെക്കാൻ കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, അങ്ങനത്തെയുള്ള പ്രവർത്തികൾ അവരാരും ചെയ്യാതിരിക്കുവാനായിട്ടാണ് ദൈവം ആ ഒരു ആൻസർ അല്ലെങ്കിൽ ആ ഒരു റൂള് ദൈവം അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളുടെ ഇന്ത്യയിൽ നമ്മുടെ പല നിയമങ്ങളുണ്ട്. അപ്പോൾ പണ്ടത്തെ നിയമത്തിൻ്റെ ആ ഒരു പിഴ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴതിൻ്റെ കൂടെ അതിൻ്റെ ഒത്തിരി ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ പിഴ വെച്ചിരിക്കുന്നത്. ഉദാഹരണം, നമ്മൾ ഹെൽമെറ്റ് ഇപ്പം നമ്മൾ വെക്കാതെ പോവുകയാണെങ്കിൽ അന്ന് ആ സമയത്ത് പണ്ടൊക്കെ 100 രൂപയായിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ 1000 രൂപയൊക്കെ ആയിരുന്നെങ്കിൽ, അപ്പം ആ ഒരു അത്രയും ഇരട്ടിയാക്കും. കാരണം ആ ഒരു തെറ്റ് അവർ പിന്നീട് അവർ ചെയ്യാതിരിക്കുവാനായിട്ടാണ് ആ ഒരു പിഴ കൂട്ടിയത്. അതുപോലെയാണ് ദൈവം ഇവിടെ ചെയ്യുന്നത്. ദൈവം അതിനുള്ള പകരമായിട്ട് ആ തെറ്റ് ചെയ്യാതിരിക്കാനായിട്ടാണ് അതിൻ്റെ ആ ഒരു പകരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും അത് ഇരട്ടിയാക്കി വെച്ചിരിക്കുന്നത്. ആരും ആ ഒരു തെറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ദൈവം അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം പറയുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മുടെ മേലധികാരികളെ അവരെ നമ്മൾ ശപിക്കരുത് എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. കാരണം ദൈവം പറയുന്നത് അവരെയൊക്കെ ഞാനാണ് ആക്കി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അവരെ ശപിക്കരുത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ നിന്നും ദൈവം ആ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ലീഡേഴ്സ് ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മളുടെ ആ കാഴ്ചപ്പാടുമായിട്ട് ഒത്തുപോകുന്നവരൊന്നും ചിലപ്പോൾ ആയിരിക്കില്ല നമ്മുടെ ലീഡേഴ്സായിട്ടുള്ളവർ. പക്ഷെ നമ്മൾ പറയുന്നത് അവരെ ശപിക്കരുത് എന്നുള്ള കാര്യം, അവർ വെച്ചിരിക്കുന്ന റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളൊരു കാര്യം ദൈവം നമ്മളോട് പറയുന്നുണ്ട്. അതുപോലെ ദൈവം മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്ന കാര്യം മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്, അങ്ങനെ ആരാധിക്കുന്നവനെ നിർമൂലമാക്കി കളയണമെന്നാണ് ദൈവമോട് പറയുന്നത്. ദൈവത്തിന് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്ഥാനം അത് മറ്റൊരു കാര്യത്തിന് കൊടുക്കുക എന്നുള്ളത്, മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം ദൈവത്തിന് തന്നെ കൊടുക്കണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്ന ആണ് ദൈവം. അപ്പോൾ അതുപോലെ തന്നെ ചില തെറ്റുകൾ പറയുമ്പോഴും ആ തെറ്റുകളൊക്കെ ചെയ്യുന്നവരൊക്കെ കൊല്ലണം, നശിപ്പിച്ച് കളയണമെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ചില സീരിയസ് ഒഫൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ആ തെറ്റുകളൊന്നും ചെയ്യാതിരിക്കുവാനായിട്ടാണ് ദൈവം ഇത് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ റൂൾസ് ഒക്കെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ തെറ്റുകൾ ചെയ്യാതിരിക്കാറുണ്ട്. അത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് ഓർത്തിട്ട് അവർ ആ തെറ്റ് ചെയ്യാതിരിക്കുവാനായിട്ടാണ് ദൈവം അത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ ഇന്ത്യ ജീവിക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് ജീവിച്ചിരുന്നു അവിടെ പല റൂൾസ് വെച്ചിട്ടുണ്ട്. ആ റൂൾസൊക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ ആ തെറ്റ് ചെയ്യാതിരിക്കുവാനായിട്ടാണ്. അത്ര പിഴ വെച്ചിരിക്കുന്നത്, കഠിനമായിട്ടുള്ള ശിക്ഷയോ അല്ല കഠിനമായിട്ടുള്ള പിഴ വെച്ചിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യാതിരിക്കുവാനായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ചിന്തയിലൂടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് വെച്ചിരിക്കുന്ന നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന റൂൾസ് അതിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ചിന്ത നമ്മളുടെ നിയമങ്ങൾ നോക്കുമ്പോഴുള്ള കാഴ്ചപ്പാടിനെ മാറ്റി ചിന്തിക്കുവാനായിട്ട്, നമ്മൾ നിയമത്തിന് പിഴയൊക്കെ നമുക്കൊരു ബാധ്യതയായിട്ടാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തത്. പക്ഷേ അതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാനാണ് അവർ അത്രയും ഹെവി ആയിട്ടുള്ള ഫൈൻ അല്ലെങ്കിൽ അത്ര ശിക്ഷ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ നിയമത്തോടുള്ള ആ കാഴ്ചപ്പാട് മാറുവാനായിട്ട് ഇന്നത്തെ ഈ ചിന്ത നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവത്തിന് നമ്മൾ മാറാട്ടെ.